ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. കർത്താവിനെ അറിയാൻ ഏകാഗ്രതയോടെ നമുക്ക് ശ്രമിക്കാം. തല നേരെ നിൽക്കുന്നുണ്ടാവില്ല, 100 കൂട്ടം പ്രശ്നങ്ങൾ കാണും. നമുക്ക് ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത പിടപ്പിക്കുന്ന പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഏകാഗ്രതയോടെ കർത്താവിനെ അറിയാൻ നമുക്ക് ശ്രമിക്കാം. തിക്കുമുട്ടലുകളുടെയും ഭാരങ്ങളുടെയും ഇടയ്ക്ക് നീ പെട്ടുപോകുമ്പോഴും ഉള്ളുകൊണ്ടൊന്ന് ശാന്തമായി കർത്താവിനെ അറിയാൻ ശ്രമിക്കാം. കർത്താവിൻ്റെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ഈ ഇരുട്ടിന് ശേഷം, ഈ ഭാരത്തിന് ശേഷം, ഈ കുഴാമറിച്ചിലുകൾക്ക് ശേഷം, രാത്രിക്ക് ശേഷം പ്രഭാതം വരുന്നത് പോലെ നിന്റെ മുമ്പിൽ ഒരു ദൈവസാന്നിധ്യം വരും. നീ ഒറ്റ കാര്യം ചെയ്യുക. നിന്നെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വലിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു നിമിഷം ഏകാഗ്രതയോടെ കർത്താവിനെ അറിയാനുള്ള നിന്റെ ശ്രമത്തിന് ദൈവം സമ്മാനം തരുന്നത് 100 കൈ നീട്ടിയാണ്. നീ ഒറ്റയ്ക്കല്ല, നീ നഷ്ടപ്പെട്ടു പോവുകയുമില്ല. ഈ കുഴാമറിച്ചിലും പ്രശ്നങ്ങളും ഭാരവും കെണികൾക്കുമെല്ലാം അപ്പുറത്തൊരു പ്രഭാതമുണ്ട്. ആ പ്രഭാതം ഉറപ്പുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ പ്രഭാതമാണ്. ഹോസിയ 6:3 തണലും തളിരുമായി തീരട്ടെ. ആമേൻ ആമേൻ ആമേൻ.